ദുൽഖറിന്റെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള വെങ്കി അല്ലൂരി ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ്. ഇത് സൂര്യയുടെ 46ാമത്തെ ചിത്രമാണ്. ഈ ഒരു ചിത്ര നായിക എത്തുന്നത് മമിത ബൈജു ആണ്. ഈ ഒരു ചിത്രത്തിലെ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് മുമ്പായി പുള്ളി ചെയ്യുന്ന ചിത്രമാണ് സൂര്യ 45 എന്ന ചിത്രം. ആ ഒരു ചിത്രത്തിലെ പുള്ളിയുടെ പോർഷൻസ് ഒക്കെ ഈ വരുന്ന ജൂൺ 2 പൂർത്തിയാവുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിലോട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ 2 വീക്ക് മുതലാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന മെയ് 30 മുതലാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസും ഈ വർഷം റിലീസിനെത്തിയ റെട്രോ ചിത്രത്തിന്റെ റിലീസ് പോലെ തന്നെ അടുത്ത വർഷം മെയ് 1 റിലീസിനെത്താനാണ് ചിത്രത്തിന്റെ ടീം അതിനും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ചിത്രം തന്നെയാണ് കണ്ണപ്പ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. 3 മണിക്കൂർ 10 മിനിറ്റാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയി വരുന്നത്. ഇതിൽ പ്രഭാസിന്റെ സീക്വൻസ് ഏകദേശം ഒരു 30 മിനിറ്റ്സോളം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രം നമ്മൾ മലയാളത്തോളം ലാലേട്ടനുമുണ്ട്. ലാലേട്ടന്റെ ഏകദേശം ഒരു 15 മിനിറ്റോളം വരുന്ന സീൻസ് ആയിരിക്കും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുക എന്നും ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഫഹദ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും ഒരു കോമഡി എന്റർടൈനർ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത് കല്യാണി പ്രദർശനാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓണം റിലീസായി ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി എന്ന ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. രജനീകാന്തിന്റെ കരിയറിലെ തന്നെ വലിയൊരു വിജയം കൂടാതെ രജനീകാന്തിന്റെ ശക്തമായ കംബാക്കും കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു ജയിലർ എന്ന ചിത്രം. ഇനിയും തുടർന്ന് വരാനിരിക്കുന്ന ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗം. ഈ ഒരു ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ നാഗാർജുൻ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂലി എന്ന ചിത്രത്തിന് ശേഷമാണ് ലോകേഷിന്റെ കൂലി എന്ന ചിത്രത്തിന് ശേഷമാണ് വീണ്ടും ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ തലവൻ രജനീകാന്തും നാഗാർജുനും ഒന്നിക്കാൻ പോകുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ സന്താനവും ഈ ഒരു ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നാഗാർജുനും കൂടാതെ തന്നെ സന്താനവും ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് കൺഫേം ആക്കുന്ന അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റിലായി കാത്തിരിക്കാം. സുരാജേട്ടനും ഷറഫുദ്ദീനും സന്ദീപും ഒക്കെ പ്രധാന വേഷത്തിലുള്ള ഏറ്റവും പുതിയൊരു കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം. ചിത്രം ഇപ്പോൾ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 10 കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏതായാലും ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കമലഹാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം. ചിത്രം വരുന്നത് ജൂൺ 5 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രം IMAX ഫോർമാറ്റിലൊക്കെ ആയിട്ടായിരിക്കും തിയേറ്ററിലേക്ക് റിലീസിലെത്തുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓവർസീലൊക്കെ വൻ ബുക്കിംഗ് തന്നെയാണ്. ഏകദേശം ഒക്കെ ഫുള്ളായി തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ആയാലും വരുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോകുന്നത് രാവിലെ അല്ലെങ്കിൽ വെളുപ്പിനെ 4 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ യൂഷ്വലി എല്ലാ സിനിമയും തുടങ്ങുന്ന പോലെ തന്നെ രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 46 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ജൂണിൽ ഉണ്ടായിരിക്കും നേരത്തെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുള്ളൂ. അത് ജൂലൈയിലോട്ട് മാറ്റുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം. ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ ടൈം അത്യാവശ്യം നല്ലൊരു അഭിപ്രായമൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ ഏകദേശം ഒരു 2 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 4 കോടി രൂപയോളം വരുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഡ്രാഗൺ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം പ്രതിഭ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡ്യൂഡ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത് മമിത ബൈജു ആണ്. ഈ ഒരു ചിത്രത്തിന്റെ കമ്പോസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന ദീപാവലി സ്പെഷ്യൽ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന് മിക്കവർക്കും തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇതൊരു മികച്ച വിജയം തന്നെ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടന്റെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ എന്ന ചിത്രം. ചിത്രം വീണ്ടും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരുന്നു. പക്ഷേ നേരത്തെ വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഒരു റിലീസ് ജൂലൈയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഉദയനാട് താരം എന്ന സിനിമയൊക്കെ ജൂണിലാണ് റിലീസിലെത്തുന്നത്. ജൂൺ ഏകദേശം 20-22 ആ ഒരു ഡേറ്റിലൊക്കെ ആയിട്ടാണ് റിലീസിലെത്തുന്നത്. കൂടാതെ തുടരും ചിത്രം നല്ലൊരു കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ കുറച്ച് മുമ്പോട്ടൊക്കെ ഏകദേശം ജൂൺ 6 ചിത്രത്തിന്റെ റിലീസ് ആക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം ഇന്നലെയൊക്കെ തുടരും ചിത്രത്തിന്റെ OTT റിലീസ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആ ചിത്രത്തിന്റെ കളക്ഷൻ ഡൗൺ ആവുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഇപ്പോൾ ചോട്ടാ മുംബൈ എന്ന ചിത്രം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിലെത്താനിരിക്കുന്നത്. ടൊവിനോ തോമസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു നരിവേട്ട എന്ന ചിത്രം. ചിത്രത്തിന് വളരെ മികച്ച ഒരു റെസ്പോൺസ് ഒക്കെ തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ വേലുവായിട്ട് 15 കോടി രൂപ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ടൊവിനോയ്ക്ക് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധിക്കുന്നത്. ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നല്ല ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അടുത്തൊരു വിജയത്തിലോട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം മുന്നേറുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ഡെയിലി ഏകദേശം 1 കോടി രൂപയോളം കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.